ബസ് സ്റ്റോപ്പിൽ ബസ്സും കാത്തു നിന്നാണല്ലോ. ഞാനങ്ങനെ ബീച്ചിലെത്തി. വീടി, ഇതാരാ വീടിമച്ചാരി എന്ന സേർട്ട് വലിക്കുന്നതോ? കൂനന്തുരുത്തിൽ പാറപ്പറമ്പിൽ നാരായണൻ മകൻ സത്യനാരായണൻ. സത്യൻ, നരൻ, നരേന്ദ്രൻ, കൃഷ്ണൻകുട്ടി, ശിവകുമാർ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത 1000 പേരുകൾ. പണ്ട് കൂനന്തുരത്തിൽ നിന്നും മുങ്ങിയ പയ്യൻ പൊങ്ങിയത് MP-യിൽ, മധ്യപ്രദേശിൽ. അവിടെ നിന്ന് ബീഹാറിൽ നിന്ന് കൊൽക്കത്ത. ചെയ്തത് തോട്ടക്കാരൻ മുതൽ മിനിസ്റ്ററുടെ PA വരെ നീളുന്ന 18ഓളം ജോലികൾ. നാക്കിൽ വിളയുന്ന നുണകൾ വിറ്റ് ഇപ്പോൾ ഇവിടെ. ഇതല്ല നിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി. എൻ്റെ ഗ്രഹനിലയും കൂടി അറിയാനുള്ളൂ അല്ലേ? അത് പറയാം. ചിലപ്പോൾ ഞാനതൊന്ന് തിരുത്തി എഴുതും. പലരെയും പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ സാറായിരുന്നില്ല അത്. ഏത്? പുലി. കാട്ടിലെ രാജാവ് സിംഹമല്ലേ സത്യനാരായണ? പുലി വെറും പ്രജ. ഒരർത്ഥത്തിൽ നീയല്ലേ രാജാവ്, പെരുന്നുണകളുടെ മഹാരാജാവ്, ദി കിങ് ലയർ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ. പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. മാറ്റിക്കോളാം. മാറ്റണ്ട. നട്ടപ്പാതിര പട്ടാപ്പകലാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള നിന്റെ ശേഷിയുണ്ടല്ലോ. സത്യത്തിൽ അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. സംഗതിയൊക്കെ സൂചിച്ചു. സാറിന് എന്നെ കൊണ്ടെന്ത് ആവശ്യമുണ്ടല്ലേ? ഊഹിച്ചല്ലേ? വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് ചോര നീരാക്കി ഞാൻ കെട്ടിപ്പടുത്ത ഒരു ബിസിനസ് സാമ്രാജ്യമുണ്ട്, വർമ്മ ഡിസൈൻസ്. കോടികൾ ടേൺ ഓവറുള്ള ഫാഷൻ ബിസിനസ് ഇപ്പോൾ എൻ്റെ ഭാര്യ ദേവിക വർമ്മയുടെ നിയന്ത്രണത്തിലാണ്. അതിലൊന്നും വലിയ കാര്യമില്ല സാറേ. ഗമയിൽ നടക്കുന്ന പല ആൺസിംഗങ്ങളും സത്യത്തിൽ ഈ പെമ്പ്രനോത്തിമാരുടെ കൺട്രോളിലാ. മുകേഷൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. മുകേഷോ? മുകേഷ് അംബാനി. സോറി സാറേ പറഞ്ഞ് ശീലായി പോയി. സാർ നിൽക്ക്, ഞാൻ ഇരുന്നോളാം. അല്ല സാർ ഇരിക്കും, ഞാൻ നിന്നോളാം. ബാക്കി പറഞ്ഞോളൂ. ഇത് നീ ഉദ്ദേശിക്കുന്ന കൺട്രോളിംഗ് അല്ല. ഞാനും എൻ്റെ ഭാര്യയും ഇപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിലാണ്. അതിന് തീരുമാനം ഉണ്ടാകുന്നവരെ ബിസിനസ് സ്ഥാപനങ്ങളുടെ എല്ലാം കാര്യങ്ങൾ നോക്കി നടത്താനുള്ള അവകാശം കോടതി അവൾക്ക് കൊടുത്തിരിക്കുന്നത്. ഞാനൊന്നുമില്ലാത്തവനായി. ഇതിലിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? നീ എനിക്ക് വേണ്ടി ദുബായിക്ക് പോകണം. ഇപ്പോൾ ദേവികയുടെ നിയന്ത്രണത്തിലുള്ള വർമ്മ ഡിസൈൻസിൽ എങ്ങനെയും കയറി പറ്റണം. എന്നിട്ട് തട്ടുതരികയുടെ നമ്പറൊക്കെ ഇട്ട് സാറിന്റെ വൈഫിന്റെ വിശ്വാസം പിടിച്ചു പറ്റണം. അത് കഴിഞ്ഞ് അതിനകത്ത് നിന്ന് കമ്പനി കുളം തോണ്ടി ബെടക്കാക്കി തനിക്കാക്കണം. അതായത് സാറിന്റെ കസ്റ്റഡിയിലാക്കി തരണം. അതല്ലേ സാറിന് വേണ്ടത്? അല്ലേ? അപ്പോ സത്യനി ജോലി ഏറ്റെടുക്കുകയല്ലേ? അപ്പോ സത്യനി ജോലി ഏറ്റെടുക്കുന്നില്ല. നുണയ്ക്ക് മുകളിൽ നുണ പറഞ്ഞുള്ള ലൈഫ് മടുത്തു സാറേ. 24 മണിക്കൂറും വയറിളക്കമുള്ള കുരങ്ങിനോട് ആരെങ്കിലും ആയുർവേദ മരുന്നുണ്ടാക്കാനാണ് ഇത്തിരി കാഷ്ടം തരുമെന്ന് ചോദിച്ചാൽ അപ്പ കുരങ്ങൻ ജാടയിട്ട് പറയും, ഞാൻ തൂറ്റൊക്കെ നിർത്തി മാന്യനായത്. സാറാ ആൻ്റപ്പൻ്റെ ആരെങ്കിലും ആണോ? ആരാത്? എൻ്റെ ഫ്രണ്ടാ. അവനാ ഈ നിലവാരത്തിലുള്ള വൃത്തിയായിട്ട ഉപമകളൊക്കെ പറയാറ്. അല്ല സാർ കഥ പറഞ്ഞോ. കഥ പറഞ്ഞ് രസിപ്പിക്കാനല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇനി ഒരു നാടൻ കളിക്ക് ഞാനില്ല സാറേ. അത് ശരിയാവില്ല. അപ്പോ ശരിയായ കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വരും നിന്റെ കാമുകി പെണ്ണിനോട്. ഇതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ ഒരു കുഴപ്പം. മിണ്ടി അപ്പ ബ്ലാക്ക് മെയിലിംഗ്, ബ്ലാക്ക് ഷർട്ട് ഇട്ട്. ഒന്നും വെറുതെ വേണ്ട സത്യ. എല്ലാറ്റിനും അതിൻ്റെ വിലയുണ്ട്. നീ പറയുന്ന നുണകൾക്കും. ഒരു സൈഡിൽ ഭീഷണി, മറ്റേ സൈഡിൽ പ്രലോഭനം. ചാടിക്കേറി ഇതിലങ്ങനെ പെട്ടെന്നൊരു യെസ് പറയാൻ പറ്റില്ല സാറേ. എനിക്ക് ആലോചിക്കാൻ ഒരു ദിവസം കൂടി സമയം വേണം. സമയം തരാം, പക്ഷേ മറുപടി പോസിറ്റീവ് ആയിരിക്കണം. അതെനിക്ക് നിർബന്ധമുണ്ട്. അണ്ണ ദുബായി പോയിട്ട് കുറച്ചുകൂടായി പഠിച്ചത് ജീവിതകാലം മൊത്തം അടിച്ചുടികളെ കാശായിട്ട് തിരിച്ചിങ്ങോട്ട് പോരാ. അഞ്ജലിയെ വിട്ട് പോവാൻ മനസ്സ് വരണയില്ലടാ. പക്ഷെ പോവാതിരിക്കാനും പറ്റൂല. ആ താടിത്തണ്ടി എല്ലാ അഞ്ജലിനെ വിളിച്ചു പറഞ്ഞ് കൊളാക്കും. അവളുടെ കാര്യത്തിൽ ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല. അല്ലണ്ണ അതിനു മുമ്പ് അണ്ണൻ അഞ്ജലി ചേച്ചി എല്ലാവരും തുറന്നു പറഞ്ഞാ പോരെ? പറയണം, എല്ലാം പറയണം. പക്ഷെ ഇപ്പോഴല്ല. എൻ്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. പൊതുവാൾ മാഷ് എതിർത്താലും അവൾ എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പ് വരണം. നരൻ, ഞാൻ വീണ്ടും പറയാ, ഒരു കാരണവശാലും അദ്ദേഹത്തോട് നോ പറയരുത്. അഞ്ജലി പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾ. ആനന്ദ് വർമ്മയെ പോലെ ഒരാൾ ഇങ്ങോട്ട് തന്ന ഓഫറാണിത്. ഇന്നലെ തന്നെ വളരെ ഹാർഷായിട്ടാണ് നരൻ അദ്ദേഹത്തോട് പെരുമാറിയത്. അങ്ങനെന്താ എൻ്റെ ഇമോഷൻ? ഓക്കെ, ശരിയാണ്. ഞാൻ ഇന്നലെ ഇത്തിരി മോശമായിട്ടാണ് പെരുമാറിയത്. അത് അഞ്ജലിക്ക് വിഷമമായെന്ന് എനിക്ക് മനസ്സിലായി. അതിന് മാപ്പ് പറയാൻ പോയത് ഇപ്പൊ കുഴപ്പമായത്. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവിടെ പോയി ജോയിൻ ചെയ്യണം? ഓക്കെ, ഞാൻ ജോയിൻ ചെയ്യാം.
പക്ഷെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറുന്നത്. അത് അഞ്ജലി പറഞ്ഞുകൊണ്ട് മാത്രം. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പോവാണ്. ഇത് നീ പറഞ്ഞ പോലെ തയ്യാറാക്കിയ നിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, നിന്റെയും കൂട്ടുകാരൻ്റെയും ട്രാവൽ ഡോക്യുമെന്റ്സ്, കുറച്ച് പണം. ഇതൊക്കെ ഒറിജിനൽ അല്ലേ സാർ? സോറി, ആരെയും വിശ്വസിക്കാൻ പറ്റില്ലേ. അഡിയോസ് ഹസ്ത ല വിസ്ത. എന്താ തെറിയൊന്നുമല്ല സാർ, സ്പാനിഷിൽ ഞാൻ സി യു എന്ന് പറഞ്ഞാണ്. എനിക്ക് നിന്നിൽ കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, അത് അസ്ഥാനത്താക്കരുത്. സോറി സാർ, മറ്റത് പറഞ്ഞ ഞാൻ പോയെന്നെ. എന്താ? ഓൾ ദ ബെസ്റ്റ്. All the best. താങ്ക് യു. അപ്പൊ നമ്മ ദുബായില് യെസ്, നമ്മൾ ദുബായിൽ അടിച്ചു പൊളിക്കുന്നു. ദേവിക വർമ്മയെ പൊളിച്ചെടുക്കുന്നു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഐ എം സത്യനാരായൺ. ആ പോയതാണ് ദേവിക വർമ്മ. ആ താടി വർമ്മയെ പടിയടച്ച് പിണ്ടം വെച്ച് അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ബിസിനസ് സാമ്രാജ്യം കൈക്കലാക്കി തീരെ വരും. അണ്ണാ ഇനി അത് കൂടെ നമുക്കടിച്ചു പറ്റാല്ലേ? സോറി അണ്ണാ, ഞാൻ അണ്ണന്റെ പോലെ അല്ലടാ, എന്റെ മനസ്സിൽ കള്ളം നിൽക്കൂലേ. ഹെർബൽ മിഷാർ ഹിന്ദേ. അവരൊക്കെ എവിടെയെന്ന് അറിയില്ല, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അകത്തേക്ക് ചെല്ല അറബി പറഞ്ഞതാ. നിങ്ങൾക്ക് മലയാളം അറിയാമോ? അറിയാ. എന്നാ പിന്നെ മലയാളത്തിൽ പറഞ്ഞാൽ പോരെ? പക്ഷെ അറബി അറിയാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ അറബിയിലെ സംസാരിക്കാം. എന്താ അറിയാവുന്നടുത്ത് പറഞ്ഞ ഇയാളുടെ തലക്കെട്ടടിക്കും. അല്ല, ഓർക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാ. ഓ അല്ല, നിങ്ങൾക്ക് അറബിയിൽ ഭയങ്കര ഞാനുണ്ടല്ലോ. മദ്രസയിൽ ഉസ്താദേ. എല്ലാത്തിലും ഉസ്താദാണ്. ബൈ ദ വേ, മാഡം എങ്ങനെയാണ്? കശ്മീകൃത മനസ്കൃതയാണോ? എന്ത്? സംസ്കൃതം അറിയില്ല? ഇല്ല. പുവർ മാൻ. മാഡം എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലിയാണ്. ബാക്ക് നോക്കുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലിയാ. പക്ഷെ മുന്നിൽ ചെന്നാ ബ്രൂസ്ലിയാ. മനസ്സിലായില്ല? മനസ്സിലാക്കാൻ പോണല്ലോ. ചെല്ല് ചെല്ല്. How dare you give me such lame excuses? What were you doing all this while? എന്തേ? ആരെയോ മാഡം വഴക്ക് പറയാ. അയ്യോ, അത് വഴക്ക് പറഞ്ഞൊന്നുമല്ല, മാഡം സ്നേഹത്തോടെ സംസാരിക്കുന്ന. Fix this now, Marina. Sure, ma'am. You won't have a next time. Now get lost. Sorry, ma'am. Yes. ഗുഡ് മോർണിംഗ് മാഡം. What's the matter? ഐ എം സത്യനാരായൺ. 1 second. Zip got jammed. 1 minute, if you don't mind. സോറി, പുതിയത് വാങ്ങിച്ചരാം. നാട്ടിൽ 2 രൂപയേ ഉള്ളൂ. Hey, mister. ഇപ്പഴാ സിബ് ഓപ്പൺ ആയത്. ഓ ഗോഡ്, ബാൻഡിന്റെ സിബ് ആയി പോയി. Excuse me. അപ്പോയിന്റ്മെന്റ് ലെറ്റർ. No way. You are not going to join here. And I have not sent you an appointment letter. How could you say that, madam? This is an appointment letter duly signed by Mr. Anand Varma. ഈ കമ്പനി മാനന്തവർമ്മയുമായി ഇപ്പൊ യാതൊരു ബന്ധവുമില്ല. That's none of my business. 6 മാസത്തിനുള്ളിൽ എനിക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും വർമ്മ ഡിസൈൻസ് ജോയിൻ ചെയ്യാന്നുള്ള ക്ലോസ് വെച്ചിരിക്കുന്നുണ്ട്. ആനന്ദ് വർമ്മയുടെ കാര്യം ഇവിടെ തർക്ക വിഷയമല്ല. നമ്മുടെ 1-2 പ്രോഡക്ട്സ് എക്സ്പെക്ട് ചെയ്തതുപോലെ മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഇന്റേണൽ ഓഡിറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രോഡക്ട്സിന്റെ പ്രോഫിറ്റ് ലെവലും വർമ്മ ഡിസൈൻസിന്റെ മൊത്തം ടേൺ ഓവറും ഉയർത്തുക എന്നതാണ് സത്യൻ ഏറ്റെടുക്കേണ്ട ടാസ്ക്. അഡ്വർടൈസ്മെന്റിനോ മെഷീനറിക്കോ മാൻ പവറിനോ വേണ്ടി അഡീഷണൽ എക്സ്പെൻഡിച്ചർ നടത്താൻ നമുക്കാവില്ല. കമ്മോഡിറ്റികളുടെ പ്രൈസ് ഹൈക്കിന്റെ കാര്യം അൺതിങ്കബിൾ ആണ്. ബട്ട് ദർ ഷുഡ് ബി 20% ഇൻക്രീസ് ഇൻ അവർ ടോട്ടൽ ടേൺ ഓവർ ഗ്രാഫ്. സി മാഡം, പ്രൈസോ വർക്കേഴ്സ് നമ്പറോ വർക്കിംഗ് ടൈമോ അഡ്വർടൈസ്മെന്റോ കൂട്ടാതെ എങ്ങനെയാണ് മാഡം പ്രോഫിറ്റ് മാത്രമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്? തിരിച്ച് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ why should I appoint somebody with a sizable salary? മാഡം, പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയില്ലാത്ത ആളുകൾ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഉത്തരവാദിത്തപ്പെട്ട ഈ ജോലി എന്നെ ഏൽപ്പിക്കുന്നത്. സോ ഐ ടേക്ക് ദിസ് ഹോൾ റെസ്പോൺസിബിലിറ്റി വിത്ത് പ്ലഷർ ആൻഡ് കൺസിഡർ ഇറ്റ് ആസ് ആൻ ഓണർ. I like your confidence. താങ്ക് യു. And that's all for the time being. Thank you. താങ്ക്സ് ബഡി. എന്നാ ഇതെന്താണത്? ദുബായിന്ന് ഷാർജയിലേക്കുള്ള റൂട്ടാ. കഴിഞ്ഞ വർഷം വർമ്മ ഡിസൈൻസ് ഉണ്ടാക്കിയ ലാഭത്തിന്റെ ലെവലാ ആമ മല കയറുന്ന പോലെ അഴിഞ്ഞഴിഞ്ഞിങ്ങനെ പോകുന്നത്.
ഇനി വളരെ കുറച്ച് സമയം കൊണ്ട് ആ വര ദാ ഇവിടെ ദാ, കൊണ്ട് അത് ഭയങ്കര സിമ്പിൾ അല്ലണ്ണ. ഇവിടുന്ന് ദിങ്ങനോട് വരച്ചാ പോരെ. എടാ ഇത് പേപ്പറിൽ വരച്ച പോരാ. പിന്നെ? ബിസിനസിന്റെ ലാഭം ഈ ലോ ലെവലിൽ നിന്ന് ഹൈ ലെവൽ വരെ എത്തിക്കണം. ഞാൻ ഒറ്റയ്ക്ക്. അതുപോലെ നടക്കണോ? അവർ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കും തോറും ഞാൻ ഈ കമ്പനിയിൽ തൊരപ്പനെ പോലെ തുരന്നു കയറും. ഉടായ്പിന്റെ വഴികൾ അവസാനിക്കുന്നില്ല. ഐ എം ഗോയിങ് ടു ഡൈവേർട്ട് മൈ ലൈഫ് ടു ദ ഡൈപ്ലിക്കേഷൻ ആൻഡ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇന്ത്യ. എന്ന് വെച്ചാ ശേഷം സ്ക്രീനിൽ This is how we do it. King Liar. Let's double up the number. King Liar. Let's get it to the target. King Liar. Gimme target. King Liar. Come on, yeah. Target. The target. Get it to the target. To the target. Get it to the target. King Liar. Let's double up the number. King Liar. Let's get it to the target. King Liar. Gimme target. King Liar. This feat can be only described as unbelievable. And the whole credit goes to Mr. Satyanarayanan. സത്യനാരായണന്റെ ആക്ഷൻ പ്ലാൻ എന്തായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്താൽ അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കഴിഞ്ഞ 14 വർഷമായി നല്ല ലാഭത്തിൽ പോയിക്കൊണ്ടിരുന്ന കമ്പനിയുടെ ടേൺ ഓവർ കുറഞ്ഞതിൻ്റെ കാരണം ഇവിടെ നടക്കുന്ന ബ്യൂട്ടി കോൺടെസ്റ്റിലും റാം ഷോസിലുമൊക്കെ നമ്മുടെ കമ്പനി സ്പോൺസർ ചെയ്തിരുന്ന കണ്ടസ്റ്റൻസ് തുടർച്ചയായി വിജയിച്ചിരുന്നു. വളരെ ചെറിയ ചെലവിൽ കിട്ടിയിരുന്ന വമ്പം പരസ്യങ്ങളും ഗുഡ്വില്ലും അത് നമുക്ക് എവിടെ വെച്ച് നഷ്ടമായി പോയി മാഡം. എനിവേ ലീവ് ഇറ്റ്. ഞാനിപ്പോൾ ചെയ്ത ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രം. ഫോർ എക്സാമ്പിൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ലേബേഴ്സ് അറിയാതെ അവരുടെ വർക്കിംഗ് ടൈമിൽ നിന്ന് ഓരോ മിനിറ്റ് വീതം ഞാൻ വ്യത്യാസപ്പെടുത്തി. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് മാർജിനിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ കമ്പനിക്ക് കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ യെസ് മിസ്റ്റർ സത്യൻ, മിനിറ്റുകളുടെ വ്യത്യാസം കൊണ്ട് ഇത്രയും വലിയ പ്രോഫിറ്റ് ഉണ്ടായി എന്നാണോ പറയുന്നത്? രാവിലെയും ഉച്ച കഴിഞ്ഞും ജോലി തുടങ്ങുന്നതിന് മുമ്പുള്ള സൈറൺ, ഓരോ മിനിറ്റ് നേരത്തെയും ഉച്ചയ്ക്കും വൈകിട്ടും ജോലി അവസാനിപ്പിക്കുന്നതിന് മുമ്പുള്ള സൈറൺ, ഓരോ മിനിറ്റ് താമസിച്ചടിച്ചപ്പോൾ ഡെയിലി വി ഗോട്ട് 4 എക്സ്ട്രാ മിനിറ്റ്സ്. 2000 വർക്കേഴ്സ് ആണ് നമുക്കുള്ളത്. 2000 into 4 minutes per day 8000 minutes. ഒരു മാസം എന്ന് വെച്ചാൽ 30 ദിവസം. 30 into 8000 minutes ഒരു മാസം 2,40,000 minutes. 3 മാസം ആവുമ്പോൾ അത് 12,000 മണിക്കൂറുകൾ 12,000 hours. ഒരു ദിവസത്തെ ജോലി സമയം 6 മണിക്കൂർ. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നത് 2000 വർക്കിംഗ് ഡേയ്സാ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ 5.5 വർഷം. അതൊരു ചെറിയ വ്യത്യാസമല്ലല്ലോ മിസ്റ്റർ സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈൻ. ഓ മൈ ഗോഡ്, യു ആർ സ്റ്റിൽ അലൈവ്. ഐ ആം ജസ്റ്റ് കിഡിങ്. ഓക്കെ, ഇങ്ങനെ ചെയ്തുകൊണ്ട് വൈറ്റനിങ് ക്രീമിന്റെ ലാഭം ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഐ വിൽ ടെൽ യു മാഡം, പ്രൈസോ വർക്കേഴ്സ് നമ്പറോ വർക്കിംഗ് ടൈമോ കൂട്ടാൻ എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാഡത്തിന്റെ അനുവാദം കൂടാതെ ഒന്ന് ഞാൻ കൂട്ടി. വേറൊന്നുമല്ല, ക്രീമിന്റെ ട്യൂബിന്റെ ദ്വാരം 7.5 മില്ലിമീറ്ററിൽ നിന്നും ട്യൂബോളിന്റെ ഡയമീറ്റർ 12.5 മില്ലിമീറ്റർ ആക്കിയപ്പോൾ ഒറ്റഞ്ഞെക്കിൽ ട്യൂബിൽ നിന്ന് ചാടി വരുന്ന ക്രീമിന്റെ അളവ് കൂടി. 3 മാസം കൊണ്ട് ഒരാള് ഒരു ട്യൂബ് ഉപയോഗിച്ചിരുന്നത് 2 മാസം കൊണ്ട് തീർത്ത് പുതിയത് വാങ്ങാൻ തുടങ്ങി. ആവറേജ് 6 മില്യൺ ദറംസിന്റെ വിറ്റ് വരെ ഉണ്ടായിരുന്ന നമ്മുടെ വരുമാനം 8.5 മില്യൺ ദറംസ് ആയിട്ട് ഉയർന്നു. 5 മില്ലിമീറ്റർ തുളയുടെ ലാഭം 2.5 മില്യൺ ദറംസ്. ഒരു തുളയ്ക്ക് 2.5 മില്യൺ ദിർഹം ലാഭോ? എന്നാ പിന്നെ തുള മാത്രം ഉണ്ടാക്കി വിറ്റാ പോരെ? ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മാഡം? മിസ്റ്റർ കുമാർ, അല്ല മാഡം, അങ്ങനെയാണ് തുളവട ഉണ്ടാക്കി വിൽക്കുന്നവരൊക്കെ കോടീശ്വരന്മാരാവണ്ടേ? ഇത് മാനിപ്പുലേഷൻ. ആ സൈലൻസ്. ഓ, വലിയ ടേൺ ഓവറുള്ള ഏത് മൾട്ടിനാഷണൽ കമ്പനിയാണ് മാനിപ്പുലേഷൻ നടത്താത്തതെന്ന് പറയണം മിസ്റ്റർ പുഷ്പു. പിന്നെ ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നതാണല്ലോ കൃഷ്ണദേവരായർ മൃച്ഛകടിയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അയ്യയ്യേ, അത് ഗീതയെ പറഞ്ഞല്ലേ? ആ, ഗീതയിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്യസ്യ മാർഗസ്യ ക്ലിഷ്ടം സത്യസാബി ജഗുർമുഖം മാർഗേണ ബന്ധൂര ചിന്ത്യം പുഷ്പസ്യ മോന്തമർദ്ദനം. അങ്ങനെയല്ലേ? അങ്ങനെ പറഞ്ഞു. ഗുഡ് ബോയ്. ഇയാൾ ഭയങ്കര ഫ്രോഡാണ് മാഡം. വർമ്മ ഡിസൈൻസിന്റെ അന്തസ്സുണ്ട്. ഇയാൾ എപ്പം തന്നെ പറഞ്ഞയക്കണം. Within a span of 3 months, he generated a profit of 16 million dirhams. തലയ്ക്ക് വെളിവില്ലാന്ന് പറഞ്ഞ് തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടത്. മറുകൂടായോ? കുമാറിന്റെ ചാർജിലുള്ള കാര്യങ്ങൾ കൂടി ഇനി സത്യൻ ഏറ്റെടുത്ത് നടത്തണമെന്നാണ് മാനേജ്മെന്റ് തീരുമാനം. അതിനുള്ള എഫിഷ്യൻസി ഇയാൾക്കുണ്ടെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? എഫിഷ്യൻസി. ആദ്യം ആ വാക്കിന്റെ അർത്ഥം ഒന്ന് പോയി പഠിച്ചിട്ട് വരൂ, എന്നിട്ട് ആലോചിക്കാം. ആരും അങ്ങനെ ചിരിക്കൊന്നും വേണ്ട. 2 ദിവസം ലീവ് വന്ന മണിമണി വെള്ളം പഠിച്ചിട്ട് പറഞ്ഞുതരാം. കുമാർ, സോറി മാഡം. പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി പറയാനുണ്ട്. വരാനിരിക്കുന്ന മാക്സ് ഏഷ്യൻ ബ്യൂട്ടി കോൺടെസ്റ്റിൽ മത്സരിക്കാൻ സത്യൻ പറഞ്ഞതുപോലെ വർമ്മ ഡിസൈൻസിന്റെ ഒരു കണ്ടസ്റ്റന്റ് കൂടി ഉണ്ടാവും. You said it, madam. If you don't mind, അതിൽ മത്സരിക്കാൻ ഞാനൊരു പെൺകുട്ടിയെ കണ്ടെത്തി തരാം. അതിന്റെ ആവശ്യമില്ല.
അതെന്റെ റെസ്പോൺസിബിലിറ്റി. ഇനി ഞാൻ അതിന്റെ തിരക്കിലായിരിക്കും. അതുകൊണ്ട് ഓഫീസ് കാര്യങ്ങളിൽ സത്യന്റെ ശ്രദ്ധ കൂടുതൽ വേണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഷുവർ. A small token of appreciation. എനിക്ക് BMW ഒരു കളക്ഷൻ തന്നെയുണ്ട്. 5th one. താങ്ക് യു. ഇത്രയും നാള് വർക്ക് ചെയ്തിട്ട് വണ്ടി പോയിട്ട് ഒരു അണ്ടിപ്പരിപ്പ് പോലും ആരും വാങ്ങി തന്നില്ല. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. എന്നാൽ പിന്നെ വർമ്മ ഡിസൈൻസ് ഒരു മൂലയ്ക്കെന്ന് ഞാൻ കുളം തോണ്ടി തുടങ്ങിക്കോട്ടെ സാറേ? അതല്ല നിന്റെ ജോലി. അപ്പോൾ വർമ്മ ഡിസൈൻസ് പൊളിച്ചെടുക്കാനല്ലേ എന്നെ കൊണ്ടുവന്നേ? അല്ല, മഴയത്ത് കൂണുകൾ ഇറക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല വർമ്മ ഡിസൈൻസ്. അതിലൊരു കുമ്മായപ്പാളി ഇളകാൻ പോലും ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായില്ല. എന്ത് വില കൊടുത്തും ദേവികയെ നീ ഡിവോഴ്സിനുള്ള തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം. അതാണ് നിന്റെ ജോലി. എന്താ എൻ്റെ പൊന്ന് സാറേ, സംഭവമൊക്കെ ശരി തന്നെ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനി പമ്പർനോത്തി അടിച്ചുകൊണ്ട് പോകും തോന്നുമ്പോൾ ആർക്കായാലും ദണ്ണുണ്ടാവും. എന്ന് വെച്ച് ഒഴിഞ്ഞു പോയൊരു കുരിശെടുത്ത് പിന്നെയും തലയിൽ വെക്കണോ? അത് വെറും കുരിശല്ലട്ടാ, കോൺക്രീറ്റ് കുരിശാ. ഭർത്താവ് ഉദ്യോഗത്തിന് പിന്നെ പോയാലുണ്ടല്ലോ, പണ്ട് കർത്താവിന് പണി കിട്ടിയ പോലെയായി പോവും. ആ പെണ്ണുപിള്ളിക്ക് പ്രാന്താണ് സാറേ. ആ പിശാചിനെ ഇനി ഒരു അക്ഷരം ദേവിയെ പറ്റി പറഞ്ഞ സോറി. സത്യനെ കുറ്റം പറയാൻ പറ്റില്ല. ദേവിയുടെ പെരുമാറ്റം സ്വഭാവം കാണുന്ന പലർക്കും അവൾ എക്സെൻട്രിക് ആണെന്ന് തോന്നുന്നു. എന്നോട് അവൾക്ക് മുൻപുണ്ടായിരുന്ന തീവ്രമായ സ്നേഹമാണ് ഇപ്പോ ആ മനസ്സിൽ വെറുപ്പും വൈരാഗ്യമൊക്കെ ആയിട്ട് മാറിയിരിക്കുന്നു. സോറി സാർ, ഞാനൊരു ചെറിയ ഡൗട്ട് ചോദിച്ചോട്ടെ? ആക്ച്വലി നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത്? രണ്ട് ദിവസങ്ങളിലായിട്ടാണ് കോൺടെസ്റ്റ് നടക്കുന്നത്. ആദ്യത്തെ ദിവസം ആറ്റിറ്റ്യൂഡ് റൗണ്ട്, രണ്ടാം ദിവസം കോസ്റ്റ്യൂം റൗണ്ടും ഇന്റലിജൻസ് റൗണ്ടും. Mrs. Devika, what if you don't win? My company is my life. If I don't win this competition means I failed in life. Devika will not live a failure. അണ്ണാ, ഇത് ഭയങ്കര കുഴപ്പമുണ്ടാ. അഞ്ജലി ജയിച്ചു കഴിഞ്ഞാൽ മാഡ് ആത്മഹത്യയും, മാഡം ജയിച്ചു കഴിഞ്ഞാൽ വർമ്മ സാർ ഡിവോഴ്സിന് സമ്മതിക്കുകയും ചെയ്യും. ഇവർ തമ്മിൽ ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി അണ്ണൻ ഉണ്ടാക്കിയില്ലെങ്കിൽ അണ്ണാ, അണ്ണനും ചേച്ചിയും കൂടി ജീവിക്കാൻ ഈ വർമ്മ സാർ സമ്മതിക്കൂലട്ടാ. അണ്ണാ, ഇത് മരണക്കളിയാണ്. മരണക്കളിയാ. Big show tonight. A lot of big names and add to the drama. Two biggest names in fashion are facing off against each other. What are your expectations for tonight? When Anand Verma and Devika Verma are coming face to face in the contest, our expectations are limitless. Good evening, ladies and gentlemen. Right, let me hear it from you guys. This year is gonna be bigger than the last year. I'll tell you why. Because we got bigger names. And now let's get on with the show! Yeah! ലോകത്തെല്ലാവർക്കും തോക്കാൻ മടിയ. ഇവിടെയും അങ്ങനെ തന്നെയാ. വർമ്മ സാറിനും മാഡത്തിനും അഞ്ജലിക്കും ജയിക്കണം. എനിക്കവരെ ജയിപ്പിച്ചേ പറ്റൂ. അതെങ്ങനെയാണോ? ഇവിടെ ഞാൻ തോക്കും. പക്ഷേ ഞാൻ തോറ്റു എന്ന് ഉറപ്പിക്കുന്നവരെ ജയിക്കാൻ ശ്രമിക്കും.
Next contestant representing Verma Designs, Anjali from India. I repeat, next contestant representing Verma Designs, Anjali from India. And there she is, Miss Anjali from India. നന്നായിരുന്നു അണ്ണാ. പിന്നെ ആണല്ലേ? Representing Verma Designs again, we have Miss Natasha. Contestant number 12, Natasha from India. എന്താണ് കുതിരി? ഇവിടെ കെട്ടണ സമ്മതിക്കണല്ലേ? ഞാനാണെങ്കിൽ കെട്ടൂല. Open the door. Devika, open the door. Casey, no. If you don't open the door right now, I'm gonna leave. Madam, No, just tell her I'm leaving. അവര് പോവില്ല മാഡം. You can have this. Before that, please hear me out. I'm sorry. സാറേ, വിഷമിക്കില്ല സാറേ. ഇനി സാർ ചെയ്യേണ്ട എന്താണെന്നറിയാം. നിർത്ത്! ഇനി ഞാൻ നീ പറയുന്ന കേട്ട് കുരങ്ങ് കളിക്കണം അല്ലേ? മതിയാക്കി. ഞാൻ ഈ കോൺടെസ്റ്റിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യാ. കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഇഡിയറ്റിനെ വെച്ച് ഒക്കെ പോയി. എന്റെ കമ്പനി, ഫാക്ടറി, സ്വത്ത്, ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയ ഇമേജ്, മാനം ഒക്കെ അതൊക്കെ പോട്ടെ. പക്ഷെ ദേവിക, അവളിപ്പോ എല്ലാ അർത്ഥത്തിലും എന്റെ ശത്രുവാക്കി നീ. പൊയ്ക്കോ, കണ്ടുപോയത് എന്റെ മുന്നിൽ. സാർ പ്ലീസ്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സാറിന് ഒന്നും നഷ്ടപ്പെടില്ല. സാറിൻ്റെ വിഷമം മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാവും.